ദുബായിലെ സാധാരണ ഒരു ബസ് സ്റ്റോപ്പിൽ ഓടുന്നതും എമ്പുരാൻ. ഇത് വെറും സിനിമയല്ല, മാർക്കറ്റിംഗ് കേസ് സ്റ്റഡിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മീഡിയ റൂമുകൾ ചർച്ച ചെയ്യുന്ന അന്താരാഷ്ട്ര പ്രശ്നം എമ്പുരാന്റെ റിലീസാണ്. ഇപ്പോൾ ഗൾഫ് സ്റ്റോറീസും. കാരണം എന്താണ്? ഇപ്പോൾ ഏറ്റവും ഹൈപ്പ് കിട്ടാവുന്ന ഒരു വിഷയം ഇതൊന്നു മാത്രമാണ്. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പൃഥ്വിരാജ് മാർക്കറ്റിംഗ് എക്സലൻസ്. കേട്ടോ, ഈ പടം വരും, വമ്പൻ മേക്കിംഗ്, വമ്പൻ ഹൈപ്പ്. ഇതായിരുന്നു മാർക്കറ്റിംഗ് സ്റ്റെപ്പ് 1. 2019 ഇറങ്ങിയ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ വിജയത്തിന്റെ ലെഗസിയും മോഹൻലാൽ ഫാൻ ബേസ് ഇഷ്ടപ്പെടുന്ന എലിമെന്റ്സ് ഉണ്ടാകും എന്ന പ്രതീക്ഷ ഉപയോഗിച്ചത് മാർക്കറ്റിംഗ് സ്റ്റെപ്പ് 2. ഈ സിനിമ തിയേറ്ററിൽ ചെന്ന് കണ്ടാൽ മാത്രം പോരാ, എക്സ്പീരിയൻസ് ആണെന്ന് ഐമാക്സ് ട്രെയിലറിൽ പറയിപ്പിക്കുമ്പോൾ ഐമാക്സിലെ ആദ്യ മലയാള സിനിമയുടെ സക്സസ് മാർക്കറ്റ് ചെയ്ത പൃഥ്വിരാജ് ബ്രില്യൻസ് മാർക്കറ്റിംഗ് സ്റ്റെപ്പ് 3. ഇന്തോനേഷ്യ മുതൽ UAE വരെയുള്ള ബിഗ്ഗസ്റ്റ് അഡ്വാൻസ് ബുക്കിംഗ്, 30 കോടിയുടെ ഓവർസീസ് തിയേറ്ററിക്കൽ ഡീൽ മലയാള സിനിമയിൽ ആദ്യമായി നടത്തി മുടക്ക് മുതൽ റിക്കവർ ചെയ്യാനുള്ള സ്ട്രാറ്റജി മാർക്കറ്റിംഗ് സ്റ്റെപ്പ് 4. ആക്ടിംഗ് കരിയർ ലൈനിൽ നിന്നും പാൻ ഇന്ത്യൻ ഡയറക്ടർ എന്ന കരിയറിലേക്കും ഭാവിയിൽ ഹോളിവുഡിലേക്കുമൊക്കെ എൻട്രിക്കായി വഴി തുറക്കാവുന്ന ആംബിഷ്യസ് പ്രോജക്റ്റ് ആക്കി മാറ്റിയ എംപുരാൻ പൃഥ്വിയുടെ മാർക്കറ്റിംഗ് ബ്രില്യൻസ് 5. ഇപ്പോൾ ഏറ്റവും പുതിയ മാർക്കറ്റിംഗ് ട്രിക്ക് ചിത്രത്തിന്റെ RSS വിവാദം. ഇതുകൊണ്ടും സംഘവിരോധികളെ തിയേറ്ററിലേക്ക് എത്തിക്കാമെന്ന തന്ത്രവും. എന്താണ് ഈ ചിത്രത്തിലെ സംഘവിരുദ്ധത എന്നറിയാനുള്ള ആകാംക്ഷയിൽ സംഘ അനുഭാവികളെയും തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ബ്രില്യൻസ് മാർക്കറ്റിംഗ് സക്സസ് സ്റ്റെപ്പ് 6. കൂടാതെ തകർപ്പൻ ഹിറ്റ് ആകുന്ന ട്രോളുകളും പബ്ലിസിറ്റിയും. വിവാദമായാലും വിറ്റുപോകും എന്നറിയാവുന്ന പൃഥ്വിരാജിന്റെ മാർക്കറ്റിംഗ് ബ്രെയിൻ മാർക്കറ്റിംഗ് സ്റ്റെപ്പ് 7. മലയാളികളുടെ ടേസ്റ്റിന് മാത്രം ഒതുങ്ങാതെ അവർക്ക് പുതിയ പേഴ്സ്പെക്റ്റീവിൽ ചിത്രം ഒരുക്കാനുള്ള ക്രിയേറ്റീവ് ബ്രില്യൻസും. കൂടാതെ പുതിയ പാൻ ഇന്ത്യൻ ഫാൻ ബേസ് ഈ ചിത്രത്തിലൂടെ സൃഷ്ടിച്ച ആദ്യ മലയാള സിനിമ ബ്രാൻഡ് അംബാസിഡർ പൃഥ്വിയായി മാറി. പൃഥ്വി ബ്രാൻഡ് പവർ ആൻഡ് മാർക്കറ്റിംഗ് സക്സസ് 8. സക്സസ്ഫുൾ അല്ല എന്ന് പറഞ്ഞാലും ഈ ചിത്രം ഇപ്പോൾ തന്നെ ഒരു മാർക്കറ്റിംഗ് കേസ് സ്റ്റഡി സക്സസ് ആണ്. മീഡിയയെ കൊണ്ട് ഇത്രയും ചർച്ച ചെയ്യിച്ച എമ്പുരാനിലെ റിയൽ ലൂസിഫർ ഇപ്പോൾ ലാലേട്ടനോ പൃഥ്വിരാജോ?